എപ്റ്റിമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് എവിടെയൊക്കെ ഭൂതത്തെ ശാസിച്ചോ അവിടെ ഈ എപ്റ്റിമ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കൊടുങ്കാറ്റുണ്ടാക്കാൻ കാരണം അവിടെ ഒരുത്തൻ ഭൂതം ബാധിച്ചിരിക്കുക. ആ ഭൂതം ബാധിച്ചൊരു പ്രത്യേകതയുണ്ട്. അവന്റെ അകത്ത് എത്ര ഭൂതമുണ്ടായിരുന്നു? 6000 ഭൂതം. ആ ഭൂതങ്ങൾക്കറിയാം, അതിന് മറൈൻ സ്പിരിറ്റ് എന്നാ പറഞ്ഞത്. കാരണം പന്നികളിൽ നിന്ന് പുറപ്പെട്ടു പോയപ്പോൾ നേരെ അത് കടലോട്ടാ പോയത്. അങ്ങനെയാണെങ്കിൽ അവിടെ കൊടുങ്കാറ്റുണ്ടാക്കിയത് പൈശാചിക മണ്ഡലമാ. ഇന്ന് ഞാൻ പറയട്ടെ, അതിനേക്കാളും വലിയ കാറ്റാണ് നിന്റെ അകത്തിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വന്നാൽ നീ നോക്കുമ്പോൾ തന്നെ ചില ബന്ധനങ്ങൾ അഴിയും. നീ കടന്നു പോകുന്ന ഭവനത്തിനകത്ത് വലിയ വിടുതലുണ്ടാകും. നിന്നെ ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. നീ ഒരു സീറോ ആകുമ്പോ ദൈവം നിന്നെ ഹീറോ ആക്കും. നീ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം നിന്റെ കുടുംബത്തെ മാനിക്കും. ഈ പുസ്തകം എടുത്ത ഒരു വ്യക്തി പോലും നശിച്ചു പോയിട്ടില്ല. എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും എന്റെ കുടുംബത്തെ ഉയർത്തുന്ന ഒരു ദൈവകൃപയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ദിവസം ഇന്ന് അത്ഭുതത്തിന്റെ ദിവസമായിരിക്കും. കഴിഞ്ഞ ദിവസം ബിനു പാസ്റ്റർ പറഞ്ഞു, എല്ലാവരും ശനിയാഴ്ച കടന്നു വരണം. വരുമ്പോൾ അതിന്റെ അഡ്രസ് ചേഞ്ച് ആയിട്ടുണ്ട്. എത്ര പേര് ആ വീഡിയോ കണ്ടു? അതിൽ പാസ്റ്റർ പറഞ്ഞൊരു പദമുണ്ട്, ഇന്ന് അത്ഭുതങ്ങളുടെ ദിവസമായിരിക്കുമെന്ന്. ഒരു പ്രവാചകനെ ഒരു ദേശത്തോട്ട് ദൈവം അയച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ചില കെട്ടുകളെ അഴിക്കാനാ. എത്ര പേർ പ്രാഗൽഭ്യത്തോടെ പറയും ബിനു പാസ്റ്റർ